ന്യൂ ഇയർ ആണല്ലോ. പിന്നെ ഈ പറയുന്ന പോലെ നമ്മള് ഇവിടുത്തെ ലോക്കൽ ആളാ. അപ്പൊ ഞാനൊരു ഗസ്റ്റ് ആയിട്ടൊന്നുമല്ല, ഞാൻ ഇവരുമായി ബന്ധപ്പെട്ട എല്ലാ പരിപാടികളിലും വരുന്ന ഒരാളാ. അപ്പോ ഞാനിപ്പോ ഒരു സാധാരണ ഒരാളായിട്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാല് പപ്പാനെ കത്തിക്കുന്ന ദൂരത്ത് നിന്ന് കാണേണ്ട വരും. ഇതാവുമ്പോ എനിക്ക് അടുത്തുനിന്ന് കാണാം. ഈ വർഷം നല്ലായിരുന്നു. കാര്യം ഈ വർഷം ഞാൻ പ്രധാന വേഷത്തിൽ അഭിനയിച്ച ആട്ടം എന്ന് പറയുന്ന സിനിമക്ക് ദേശീയ അവാർഡ് കിട്ടിയ ആ സിനിമക്ക് 3 ദേശീയ അവാർഡ് ഉണ്ടായിരുന്നു. ഇപ്പോ നമുക്ക് ഭയങ്കര പ്രതീക്ഷയുള്ളൊരു സിനിമയുടെ സംശയം എന്ന് പറഞ്ഞ് അതിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്ക് കിടക്കുക. ഞാൻ അവിടുന്ന് വന്നാണ്. അപ്പോ ഭയങ്കര പോസിറ്റീവ് ഹോപ്പ്ഫുൾ ആണ്. ഞാൻ ഫോട്ടോച്ചിക്കാരനാടോ. ഞാൻ എത്രയോ വർഷങ്ങളായിട്ട് ചെയ്യുന്ന ആളാ. ഞാൻ ഇതിനു മുമ്പ് ഒരു തവണ ചെയ്തിട്ടുണ്ട്. ഇതിനു മുമ്പ് ഒരു തവണ. അല്ല, പപ്പനെ കത്തിക്കുന്ന ആദ്യമായിട്ടാണോ എന്ന് ചോദിച്ചപ്പോ അല്ല, അതെ അതെ അതെ. തീർച്ചയായിട്ടും പുതുവർഷമാണ്. അപ്പോൾ എല്ലാവർക്കും ഒരു പുതുവത്സര ആശംസകൾ നേരാം. അതെ, ഈ മറ്റേ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ പുതുവത്സര ആശംസകൾ. തീർച്ചയായിട്ടും അങ്ങനെ ഒരു ഈ പപ്പാഞ്ഞിയെ കത്തിക്കാൻ വേണ്ടി എത്തിച്ചേർന്നതാണ് വിനയ് ഫോർട്ട്. സ്വാഭാവികമായിട്ടും ഫോർട്ട് കൊച്ചിക്കാരനാണ്. അപ്പോൾ ഇവിടത്തുകാരനാണ്. ഇവിടുത്തെ ഓരോ സ്പന്ദനങ്ങളും കൃത്യമായിട്ട് അറിയാവുന്ന ഒരാളാണ്. പ്രത്യേകിച്ച് സിനിമാ താരമായി കഴിഞ്ഞപ്പോൾ പ്രത്യേകമായിട്ടും അതിഥിയായി ഇവിടെ എത്തിയെന്ന ഒരു പ്രത്യേകത മാത്രമേ ഉള്ളൂ. ഇനി ഏതാനും നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ ഈ പപ്പാഞ്ഞിയെ കത്തിക്കാൻ. പപ്പാഞ്ഞി അല്പസമയത്തിനകം റിമോട്ട് സംവിധാനത്തിലൂടെ വിനയ് ഫോർട്ട് കത്തി അമർത്തി ഒരു പുതുവർഷത്തെ വരവേൽക്കുകയാണ്. ശരി ശ്യാമേ, നമുക്ക് തിരികെ വരാം. വിനയ് ഫോർട്ട് പറഞ്ഞ പോലെ വിനയ് ഫോർട്ടിനെ സംബന്ധിച്ച് ഏറ്റവും നല്ലൊരു വർഷമാണ് കരിയറിൽ കടന്നു പോകുന്നത്. കാരണം ദേശീയ പുരസ്കാരം നേടിയ 3 പുരസ്കാരങ്ങൾ നേടി തിളങ്ങിയ ആട്ടത്തിലെ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ച് വിനയ് ഫോർട്ടായിരുന്നു.